മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫേവറേറ്റ് സോങ് റൗണ്ടിൽ അടുത്തതായി പാടാൻ വരുന്നു അമൃത.
അങ്ങനെ ക്വാർട്ടർ ഫൈനലിലെ ഫേവറേറ്റ് സോങ് റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? ശ്രമിച്ചു. ഫേവറേറ്റ് സോങ് തന്നെയാണോ അത്? അതെ അതെ, വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ഞങ്ങൾക്കും കേട്ട് കഴിഞ്ഞപ്പോൾ, കേൾക്കുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള പാട്ടാണ്, പക്ഷെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം കൂടി എനിക്ക്. അവർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിക്കാം. അസാധ്യ പാടി കേട്ടോ, വെരി ഗുഡ്. താങ്ക് യു. അസാധ്യ ഫീല്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ ഫീലിൻ്റെ ഇടയിൽ ലിറിക്സ് ഒന്ന് ഡ്രൗൺ ചെയ്തു പോവാതെ പ്ലീസ് ടേക്ക് കെയർ കേട്ടോ. അത്രേ ഉള്ളൂ. ബി കെയർഫുൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഞ്ജരി. എന്തൊരു ബ്യൂട്ടിഫുൾ ആയ ഒരു കോമ്പോസിഷൻ. നന്നായി പാടി അമൃത. താങ്ക് യു മാം. ഫാന്റാസ്റ്റിക്. കേൾക്കാൻ നമ്മുടെ ഫ്ലൂട്ട് വിത്ത് കോർഡ്സ് ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഇതേതാ രാഗം എന്നറിയാമോ? യമൻ കല്യാൺ. യെസ്, യമൻ രാഗത്തില് ലാസ്റ്റിൽ വരുന്ന ഒരു ചേഞ്ച് ടു ശുദ്ധമധ്യമം, പ്രതിമധ്യമത്തിൽ നിന്ന് ശുദ്ധമധ്യമത്തിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച്, ദാറ്റ് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. നന്നായിട്ട് അത് ശ്രദ്ധിച്ച് പാടിയിട്ടുണ്ട്. യമന്റെ അതിൽ മധ്യമം മാറിയപ്പോഴത്തേക്ക് അതിനൊരു വേറൊരു ബ്യൂട്ടി ഒന്ന് കേൾക്കായിരുന്നു. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഉണ്ട്. എന്തിനാ നിർത്തിയത്? എന്ത് ഭംഗിയാ കേൾക്കാൻ. വായിക്കൂ. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കാനൊരു സുഖം. മനോഹരായൊരു രാഗം. ബ്യൂട്ടിഫുൾ രാഗം. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. ഇത് കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ ഒരു നല്ലൊരു അന്തരീക്ഷം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മെലഡിക് ഫ്ലൂട്ടും തബ്ല എല്ലാം കൂടെ ചേർന്നപ്പം ഒരു മ്യൂസിക്കൽ വൈബ് ഉണ്ടാക്കി. മ്യൂസിക്കൽ വൈഫ് വന്ന് മ്യൂസിക്കൽ വൈബ് ഉണ്ടാക്കി. ശരി, ഓക്കെ. അമൃത, വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛനമ്മയും വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛനും അമ്മേനെയും കാണാൻ പറ്റിയില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡും അമ്മയാണ് വന്നത്. ഓക്കെ, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛാ നമസ്കാരം. അമ്മ നമസ്കാരം. എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഈ വേദിയിലോട്ട് കടന്നു വരണം എന്നാണ്. നമുക്ക് നേരിട്ടൊന്ന് സംസാരിച്ച് പരിചയപ്പെടാം. അച്ഛാ, എന്താണ് അച്ഛന്റെ പേരെന്താണ്? ശങ്കരൻ നമ്പൂതിരി. ഓക്കെ, കാസർഗോഡ് തന്നെയാണ്. പാട്ട് പാടോ? ഞങ്ങള് നേരത്തെ ഇവിടെ രാഗങ്ങളൊക്കെ ഇട്ട് നമ്മള് ഒന്ന് മൂളിയപ്പോ അച്ഛൻ അവിടെ നിന്ന് താളം പിടിക്കുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് മൂളുന്നുണ്ടായിരുന്നു. ഞാൻ സംഗീതാധ്യാപകനായിരുന്നു. അപ്പൊ അച്ഛന്റെ മകളുടെ ഒരു പാട്ട് നമുക്ക് എന്തായാലും ഈ ഒരു വേദിയിൽ കാണണം. അച്ഛാ, ഒരു രണ്ടുപേരി മകളുടെ കൂടെ നോക്കാം അല്ലേ? നോക്കാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യവിലോകം.
സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ദൈവങ്ങളില്ല, മനുഷ്യരില്ല, പിന്നെ ജീവിത ചൈതന്യമില്ല. സങ്കൽപ്പ സൗന്ദര്യ ശില്പങ്ങളില്ല, സൗഗന്ധിക പൂക്കളില്ല. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അപ്പോ മകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ അച്ഛൻ തന്നെയാണോ? തീർച്ചയായിട്ടും അതെ. സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു അതെ, തന്നത് അച്ഛൻ അച്ഛൻ തന്നെയാണ് തന്നെയാണ്. പഠിപ്പിച്ചത്. ഇങ്ങനെ മകളുടെ പാട്ട് ഇങ്ങനെ ഒരു വേദിയിൽ ലൈവായിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? നമുക്കൊന്നും ചെറുപ്പത്തിൽ പറ്റാത്ത കാര്യമാണ് അവിടുന്നാണ് സന്തോഷം. സാധിച്ചു കണ്ടത് അല്ലേ? ഓക്കെ. അമ്മയ്ക്ക് എന്ത് തോന്നി? നമ്മുടെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യത്തെ റൗണ്ടൊക്കെ കഴിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളൊക്കെ എന്ത് പറഞ്ഞു? കുറച്ചുകൂടെ ബെറ്ററായി പാടി തോന്നി. വേണിച്ചേട്ടനും മഞ്ചരിക്ക് എന്തെങ്കിലും അച്ഛനോടും അമ്മയോടും ചോദിക്കാനുണ്ടോ? ഒരു ബ്ലെസ്ഡ് ഫാമിലി. അതെ, സന്തോഷം. ഏട്ടനുണ്ട്, ഏട്ടനും പാടും നന്നായിട്ട്. ഏട്ടനുണ്ട് അല്ലേ? ഏട്ടൻ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഏട്ടൻ യുഎസിലാണ്. യുഎസിലാണ്. എന്താ പേരെങ്ങനെയായിരുന്നു? ഗോവിന്ദ് PN. ഗോവിന്ദ് PN. ശരി, എന്തായാലും ഇപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു പൊളിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു. ശരി, എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടരാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത ജയകുമാർ ആൻഡ് കൃഷ്ണപ്രിയ. नाचो रे नाचो नाचो गाओ रे मितवा गुजराती काल्तल कെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ മയിലാട്ടത്തിൽ ബഗിടാ ബഗിടാ കരകാട്ടത്തിൽ ജഗിടാ ജഗിടാ ഈ കൊലസിനെ തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ യാരേ ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ തോഴേ ജനക്ക് ജനക്ക് ജനകാലിന് കിളി കിളി അരമണി കിങ്ങിണി അരയറിയോ ആടാനൊരുങ്ങുമ്പോൾ എനിക്കിന്നു മുന്നിൽ അലങ്കാര പൂപ്പന്തൽ കാലും നനങ്ങുമ്പോൾ മലർ തേരിറങ്ങും അനുരാഗ പൂത്തിങ്കൾ നിലയ്ക്കാത്ത മേളത്തിൽ നടനം തുടങ്ങുമ്പോൾ ഇനിയൊന്നു കൂടെ കൂടാമോ അക്കര വേണം ഇക്കര വേണം പത്തര മാറ്റിന് പൊന്നും വേണം പൂമഴ വേണം പൂക്കുട വേണം ആശക്കരളിനരികിൽ വേണം ബരസെ ബരസെ തെരസെ തെരസെ ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി
नाचो रे नाचो रे नाचो रे गाओ रे गाओ रे गाओ रे മഴത്തുള്ളിയായി ഞാൻ ഇലത്താളിനുള്ളിൽ മിഴി തോർന്നു നിൽക്കുമ്പോൾ ഒരു സൂര്യദേവോ അവൻ എൻ്റെ ഉള്ളിൽ പൊൻപേലി നീർത്തി വന്നു വിരലൊന്നു തഴുകുമ്പോൾ ഇടം കണ്ണു തുടിച്ചെൻ്റെ ഇടനെഞ്ചിലെന്തോ തുളുമ്പി രാത്രി വേണം പൂത്തിരി വേണം മുന്തിരി വള്ളിയിൽ ഊഞ്ഞാൽ വേണം ഒത്തിരി ഒത്തിരി സ്വപ്നം വേണം സ്വപ്നം കൊണ്ടൊരു സ്വർഗം വേണം യാരേ യാരേ ഗമ 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 പസാനി ധനിപാ യാരേ മനാ ഗുജറാത്തി 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 കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ പഞ്ചാബി പഞ്ചാബി പഞ്ചാബിയിൽ അഞ്ചേ കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ മയിലാട്ടത്തിൽ ഭഗടാ ഭഗടാ കരകാട്ടത്തിൽ ജഗടാ ജഗടാ ഈ കൊലുസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ യാരേ യാരേ जग जनक जन बाजे बागेलिया नाचो रे नाचो नाचो गाओ रे निकलवा जग जनक जन बाजे बागेलिया नाचो रे नाचो नाचो गाओ रे निकलवा അമൃത, കൃഷ്ണപ്രിയ രണ്ടുപേരും കൂടി ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. കലക്കി. മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നില്ലേ? ഓ, എല്ലാം കൊണ്ടും വേണുചേട്ടൻ ഇവിടെ നിന്ന് ഡാൻസ് ആയിരുന്നു. അതെ. നമുക്ക് ഇങ്ങനെയെങ്കിലും വേണുചേട്ടൻ അവിടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഗംഭീരായനെ. ഓ, ഡാൻസേഴ്സ് ആ ഢോലും അതൊക്കെ അതെ, വെച്ച് അവരെല്ലാരും കലക്കി. സൂപ്പറായി. നല്ല Dancers ന്റെ ഒരു തിളങ്ങുന്നുണ്ടായിരുന്നു. അല്ലേ? സാധാരണ ഡാൻസേഴ്സ് ആണ് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ഇടുന്നത്, പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു രണ്ടുപേരും കാണാൻ. താങ്ക് യു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കോംപ്ലിമെന്റ് ചെയ്ത് പാടി, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നല്ല ഒരു ചേർച്ച ഉണ്ടായിരുന്നു കേൾക്കാൻ. അമൃതയുടെ വോയിസ് കുറച്ചുകൂടി ഒരു ബോൾഡ് വോയിസ് ആണ്, കുറച്ച് സ്ട്രോങ് വോയിസ് ആണ്. കൃഷ്ണപ്രിയയുടേത് കുറച്ചൊരു സ്വീറ്റർ സൈഡിലുള്ളതാണ്. അപ്പം ഈ രണ്ട് വോയിസസ് ഒരുമിച്ച് വരുമ്പോൾ ഒരാളുടെ വോയിസ് ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റേയാളുടെ വോയിസ് കുറച്ചൊരു തിന്നായിട്ട് ഇങ്ങനെ കേൾക്കാം. രണ്ടുപേരുടെയും ഡിഫറെൻറ്റ് വോയിസ് ആണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു പാട്ടിന് കുറച്ചുകൂടെ ഒരു ഉഷാറാവാം ഈ വോയിസിൽ തന്നെ. യു ക്യാൻ ഡു ഇറ്റ്. പറ്റാത്തതുകൊണ്ടല്ല, അത് പറ്റും. അതങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ ലാസ്റ്റിലത്തെ ആ ഹമ്മിങ് ആണ് രണ്ടുപേരും കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് വല്ലാണ്ടൊരു കോംപ്ലിമെന്റ്സ് ചെയ്ത്. ബാക്കി എല്ലാം ഉഗ്രനായിരുന്നു. ശരിക്കുള്ള ട്യൂണ് ഡെയിന് അറിയായിരിക്കുമല്ലോ ഈ പാട്ടിന്റെ. ഒന്ന് പാടോ. മഞ്ജിരല്ലേ പാട്ടുകാരി? ഗുജറാത്തി കൽത്തള്ള കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ. അതെന്താ പാടാ? ഞാൻ വെച്ചു ഡെയിൻ അത് വന്ന് പാടുന്ന. എനിക്ക് അത്രയും വൃത്തികേടായിട്ട് പാടാറിയില്ല. സലീമേട്ടനെയാണോ അല്ല, പറഞ്ഞത്? മഞ്ജിരി ഇപ്പൊ പാടിയ പോലെ പാടാറിയില്ല. ഓക്കെ, വേണുചേട്ടാ നന്നായി പാടി. പരസ്പരം വെല്ലുവിളിച്ച് ശ്രുതിയും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാള് നല്ല ചേർച്ച, ഒരാൾ പോകുമ്പോ എന്നാ ഞാനും വിടില്ല, ഞാനും കളയാം ശ്രുതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഒന്ന് ആടായിരുന്നു കേട്ടോ. പാട്ട് കയ്യിൽ നിന്ന് പോയാലെന്ന് പേടിച്ചിട്ടാണ്. ഓക്കെ, അമൃത, കൃഷ്ണപ്രിയ, അങ്ങനെ രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രുതിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? ഇനി ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ജോയ്സ്. യാദവം ഹരിമാധവം രേ
ജോയ്സ്, അങ്ങനെ നമ്മളിതാ ഫേവറേറ്റ് സോങ് റൗണ്ടിലെത്തി. നന്നായി പാടാൻ പറ്റിയോ? പ്രാക്ടീസ് ചെയ്ത് വെച്ച ആ ഒരു ലെവലിലേക്ക് പാടാൻ പറ്റിയിട്ടില്ല. വേണുചേട്ടൻ എന്ത് പറയുന്നു? ജോയ്സ്, യു ആർ എ സോൾഫുൾ സിംഗർ, നോ ഡൗട്ട്. ഇപ്പോൾ ഈ ഒരു പാട്ട് ടോട്ടലായിട്ട് എടുത്താൽ അതിൽ അവിടെ ഇവിടെയും ചില പോരായ്മകൾ കാണും. ഇൻ ടോട്ടാലിറ്റി യു വെയർ ദിസ് ഹോൾ ഓഫ് ദിസ് സോങ്. അത് മതി, അതാണ് ഞാൻ നോക്കുന്നത്. സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ്. താങ്ക് യു സർ. ബട്ട് ഇതെല്ലാം ഓർത്തോടുക കേട്ടോ. ശ്രുതി, ടെമ്പോ എല്ലാം ഇറ്റ് ഷുഡ് ബി വിത്ത് യു വെൻ യു സിംഗ്. ഓക്കെ മഞ്ജരി. ജോയ്സ്, യെസ് ചേച്ചി. ജോയ്ഫുൾ ആയിരുന്നു ജോയ്സ്. താങ്ക് യു. നന്നായി പാടി ജോയ്സ്. പാട്ടിനകത്തൊരു വല്ലാത്ത ഒരു സോൾ, ഒരു ആത്മാവുണ്ടായിരുന്നു. ജോയ്സ് പൊന്നിൽ കുളിച്ച് നിന്ന് പാടിയ സമയത്തും ഇതേ ഒരു ആത്മാവ് നമുക്ക് ഫീൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ജോയ്സിന് ഇഷ്ടമുള്ള പാട്ടുകൾ പാടുമ്പോഴാണ് അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്, അല്ലേ? അതെ. അപ്പം ഇത് വളരെ ജോയ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നി പാടുന്ന കേട്ടിട്ട്. അതെ. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ആക്ച്വലി ഗ്രൂമിങ്ങിൻ്റെ ടൈമിലായാലും പ്രാക്ടീസിൻ്റെ ടൈമിലായാലും ഇത് ഒരു തെറ്റ് കൂടാതെ പെർഫെക്ഷനിൽ എനിക്ക് പാടാൻ പറ്റിയിരുന്നതാണ്. പിന്നെ ഈ സ്റ്റേജിൽ ഇന്ന് ഇവിടെ വന്നു നിന്നപ്പോൾ എന്തോ ഒരു ചെറിയൊരു ഉള്ളിലൊരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു. നന്നായി പാടി. അതിൻ്റെയാണ് സൗണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ യൂഷ്വലി ഞാൻ പാടുന്ന ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ പാടാൻ എനിക്ക് പറ്റിയില്ല. ടെൻഷൻ കാരണം ജനശതാബ്ദി വിട്ട പോലെ അങ്ങ് പോയി. ഇവിടെ ഇവര് മറ്റേ ബ്രേക്ക് പിടിച്ച് നടക്കുക എല്ലാരും. ഇങ്ങനെ താളത്തിൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ജോയ്സ് ഇങ്ങനെ താളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താളം മാത്രമായിരുന്നു ഇതിൽ പ്രശ്നം. പാട്ടൊക്കെ വളരെ നന്നായി ആസ്വദിച്ച് പാടുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പാടുമ്പോൾ അതിനൊരു കൃത്യമായൊരു താളമുണ്ട്. ഇവരൊക്കെ കൂടെ അവിടെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കുക ജോയ്സിനെ. ജോയ്സ് പാടുന്നു വെരി ബ്യൂട്ടിഫുൾ സിംഗിങ്. അപ്പം ഇതൊന്ന് മനസ്സിൽ വെക്കണം. കാരണം പാട്ടിനകത്ത് ഒരു വല്ലാത്ത ഒരു സോളുണ്ട്, ഒരു ആത്മാവുണ്ട് ജോയ്സ് പാടുമ്പോൾ. ആ വോയിസിലും ആ പാട്ടും സൂപ്പറായിരുന്നു. എനിക്കിത് മാത്രമേ ഉള്ളൂ. ജോയ്സ് ഇതൊന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജോയ്സ് ഞങ്ങളുടെ മിടുക്കി കുട്ടിയാണ്, ചക്കര കുട്ടിയാണ്. അതുകൊണ്ട് ശരിയാക്കുക. കാരണം ടെൻഷൻ വന്നാ നമ്മള് വിചാരിച്ച പലതും പല ഒഴുക്കി പോകും. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ചാപ്റ്റർ 4 എത്തി. ഇപ്പൊ തുടക്കത്തില് എനിക്ക് താളത്തോടുകൂടി പാടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു പാടുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ താളം വന്നു, രാഗം വന്നു, അല്ലേ? അതാണ് ടെൻഷൻ മാറിയപ്പോഴാണ്. ടെൻഷൻ ഫ്രീ ആയപ്പോ കണ്ടോ? പാട്ടിത്തരാട്ടാ. അയ്യോ, ഇപ്പൊ ടെൻഷനാ. ഹായ് ജോയ്സ്, ഇതാരാ? ആദർശ് എന്ന് പറയുന്നത് ആദർശ് എന്ന് പറഞ്ഞാൽ ആദർശ് നമസ്കാരം. ആള് കുറച്ച് ടെൻഷനിലാണ്. ടെൻഷൻ കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിന്നാണ് ജഡ്ജസ് ഒക്കെ പറയുന്നത്. അപ്പൊ ടെൻഷൻ മാറ്റാൻ വേണ്ടി വിളിച്ചാ. ജോയ്സിനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. ജോയ്സിന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഞാൻ പാടുന്നതിന് മുന്നേ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ അടുത്ത പാടാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് റോക്ക് ചെയ്തിട്ട് വായോ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു. ഒരു അക്ഷരം എന്നോട് പറഞ്ഞൊന്നുമില്ല. സർപ്രൈസ് കോളല്ലേ, പറയാൻ പാടില്ലല്ലോ. അതെ. പക്ഷെ സാധാരണ ആദർശിനെ അങ്ങനെ എന്റെ അടുത്തൊന്നും ഒന്നും അങ്ങനെ മറച്ചു പറ്റാറില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. സത്യാണോ? ഞാൻ എന്നിട്ട് ആലോചിക്കാറുണ്ട്, പാവ ആദർശിന് എനിക്കൊരു സർപ്രൈസ് തരാൻ പറ്റില്ലല്ലോ, ഞാൻ എല്ലാം പിടിക്കുമല്ലോ. ഇതെങ്കിലും മറച്ചു വെക്കാന്ന് വിചാരിച്ചു. എല്ലാ കാര്യങ്ങളും അങ്ങനെ ജോയ്സിനെ അറിയിച്ചാൽ എങ്ങനെയാ അന്ന് ആദർശം വിചാരിച്ചു. ആദർശിന് എന്താ പറയാനുള്ളത്? ജോയ്സ് ഒരു സ്വപ്നതുല്യമായ ഒരു വേദിയിൽ നിൽക്കുവാണ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഗീതമായിട്ടുള്ള ഒരു യാത്രയിലാണ് ജോയ്സ്. ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ എത്തി നിൽക്കുന്നു. എന്താണ് ഹസ്ബൻഡ് എന്ന നിലയിൽ ആദർശിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ. ഒരുപാട് കാലമായിട്ട് ജോയ്സും അതുപോലെ ഞാൻ ആഗ്രഹിച്ചൊരു വേദിയിലാണ് ഇപ്പൊ ജോയ്സ് നിൽക്കുന്നത്. സന്തോഷമുണ്ട് വളരെയധികം. ആദർശിന് ഈ ഒരു സമയം ജോയ്സ് ഏതെങ്കിലും പാട്ട് പാടി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതലായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറ് ശ്രീരാഗമോ തേടുന്നു, ആ സോങ് ആണ് ഞാൻ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാറ്. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ്. ശ്രീരാഗമോ തേടുന്നു നിൻ വീണതൻ തന്ത്രിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു
തൻ പുൻതന്ത്രിയിൽ. എത്ര മാസം കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8 months. അപ്പൊ ഒരു കാര്യം മനസ്സിലായത്, ഇപ്പൊ ഇത്രയും നാളായിട്ട് ആദർശ് റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ്, ഇതുവരെ പാടിക്കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. ലിറിക്സ് ഒക്കെ ഒന്നും ഓർമ്മയില്ല പാട്ട്. ഇത് എപ്പോഴെങ്കിലും പാടിക്കൊടുത്തിട്ടുണ്ടോ ജോയ്സ്? കൊറേ മുൻപ് പാടാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഈ അടുത്തൊന്നും ഇത് പാടാൻ പറഞ്ഞിട്ടില്ല. ശരി, എന്നാ ജോയ്സിന് ഈ അടുത്ത് പാടി കൊടുക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതാ? എന്നു വരും നീ, എന്നു വരും നീ എന്റെ നിലാപന്തലിൽ, വെറുതെ എന്റെ കിനാപന്തലിൽ. നല്ല ചോദ്യം. ആദർശേ, ഇതൊരു പാട്ടായിരുന്നില്ല, ജോയ്സ് തുടുത്തു വിട്ട ഒരു അമ്പായിരുന്നു, ഒരു ചോദ്യമായിരുന്നു. എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ട്. കൂടെ സപ്പോർട്ട് ചെയ്യാത്തതിലും മെന്റലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ട് ആക്ച്വലി. വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഏപ്രിലൊക്കെയാണ് ലീവ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തത്. അപ്പൊ ഇത് നമ്മള് എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു സ്റ്റേജ് ആയ കാരണം അപ്പോ ഞാൻ അധികം പ്ലാൻഡ് അല്ല. എന്തായാലും മാക്സിമം വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നാഥനെ കാത്ത് നിൽക്കുവാണ് ജോയ്സ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താം. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു ആദർശ്, താങ്ക് യു. അപ്പൊ ഇനിയും thank you, ഇടയ്ക്കൊക്കെ thank you. വിളിക്കും. അപ്പൊ ഇതുപോലെ മോട്ടിവേഷൻ കൊടുക്കേണ്ട സമയങ്ങളിലൊക്കെ വന്ന് മോട്ടിവേഷൻ കൊടുക്കണം. ഡെയിലി കൊടുക്കുന്നുണ്ട്, പക്ഷെ ടെൻഷനാണ് പുള്ളിക്കാരത്തിന്റെ മെയിൻ പ്രോബ്ലം അല്ലേ? ആ ടെൻഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കണം. അതെ. ഓക്കെ, താങ്ക് യു ആദർശ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ബൈ. ജോയ്സ്, ഇനി ടെൻഷൻ അടിക്കോ? പ്രത്യേകിച്ച് പാട്ട് പാടാൻ വരുമ്പോ, ഈ വേദിയിലോട്ട് വരുമ്പോ ടെൻഷനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വരാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസും അതേപോലെ തന്നെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ട് എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൽ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നീ ഒരു ദിവസം നീ എന്തായാലും ഒരു ലെവലിലെത്തും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ചുറ്റിൽ നിന്ന് പറയുമായിരുന്നു. ആ ഒരു ദിവസം കാത്തു നിൽക്കുമായിരുന്നു. പക്ഷെ ഞാൻ കുറെ കാലമായി ഇങ്ങനെ നിൽക്കണു, എവിടെ എത്തുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നീ എവിടെ എത്തും തോന്നുന്നില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്നതും അമ്മാവനും അമ്മയും പോകണം എന്ന് പറയുന്നത്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഈ മ്യൂസിക്കിന്റെ പുറകെ നടന്നിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു വേദി കിട്ടിയിട്ടില്ല ആക്ച്വലി. ഞാനായാലും അമ്മയായാലും അച്ഛനായാലും ഒക്കെ ഇനി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എന്നിട്ട് ഇത് കിട്ടിയപ്പോ നല്ല സന്തോഷമുണ്ട്. അപ്പോ ഞാൻ കുറെ അതിനു വേണ്ടി നടന്നിട്ടുള്ളതാ. ഈവൻ കുറെ റെക്കോർഡിങ്സ് ആയാലും സ്റ്റേജസ് ആയാലും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റോബിൻ. അവനാണ് എന്നോട് ആക്ച്വലി എപ്പോഴും പറയാറുള്ളത്. അവന് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, നീ എത്തും, നീ എപ്പോഴെങ്കിലും അപ്പൊ അങ്ങനെ റോബിൻ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പൊ അവനങ്ങനെ പറയുമ്പോ എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടുന്നുണ്ടെങ്കിൽ അവന്റെ പേര് പറയണമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. കാരണം എന്നിൽ എനിക്കുള്ളതിനേക്കാൾ കോൺഫിഡൻസിലൂടെ അവൻ പറയുമായിരുന്നു നിനക്കത് കിട്ടും. ഇവൻ റോബിൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് ആദർശായാലും എനിക്കുള്ള വിശ്വാസത്തിനേക്കാൾ കൂടുതൽ വിശ്വാസമുള്ളവർ കുറച്ച് ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഹസ്ബൻഡും എനിക്കുള്ള, പിന്നെ എൻ്റെ അമ്മ അച്ഛൻ ഫാമിലി എല്ലാവരും. ജോയ്സ്, ഇപ്പോൾ ജോയ്സ് തന്നെ പറഞ്ഞല്ലോ, പലരും പറയാറുണ്ട് ആ ഒരു ദിവസം എത്തും, എന്തെങ്കിലും ഒരു ദിവസം ജീവിതം മാറും എന്നൊക്കെ. ഇതാ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ അന്നേ പറയുന്നുണ്ടായിരുന്നത്. ഇടയ്ക്കൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സ് മടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും കൂടി ഇതാ ഇവിടെ ഒരു വലിയ വേദിയിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജോയ്സിന്റെ പെർഫോമൻസും ജീവിതവും. ചില വേദിക്ക് ഒരു ദൈവ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹിച്ചാലും നമുക്കൊരു കാര്യം എനിക്ക് പാടണം, എനിക്ക് ഇങ്ങനെ ഒരു അവസരം വേണമെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു
അംശം ഉള്ള ഒരു ഏതെങ്കിലും ഒരു വേദി ഉണ്ടാവും, അവിടത്തേക്ക് ആ അനുഗ്രഹം കിട്ടി അവിടെ വന്ന് നിന്ന് പാടിയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ആദ്യവും പറഞ്ഞു, ഒരുപാട് ദൈവ കടാക്ഷം ഉള്ള ഒരാളാണ്. അപ്പോൾ ജോയ്സിന് ഇനിയും ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ മനസ്സിലുള്ള വിങ്ങലൊക്കെ ഉള്ളിൽ വെച്ച് അതിങ്ങനെ പുറത്ത് കാണിക്കാതിരിക്കുക. കാരണം ഇനി മുതൽ എല്ലാം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് വിഷമങ്ങളൊക്കെ മറക്കുക. അതാ ഫ്ലവേഴ്സ് ഇത്രയും നല്ലൊരു വേദി തന്നില്ലേ, ലൈഫ് ഇനി മുന്നോട്ട് പോവാണ്. അതെ, നീ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കളർഫുൾ ആയിരിക്കും ലൈഫ്. എല്ലാ കലാകാരന്മാർക്കും ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ജോയ്സിന്റെ ദിവസം ദാ ഇവിടെ കഴിഞ്ഞ ആഴ്ച തുടങ്ങി. അങ്ങനെ വിചാരിച്ചോളൂ, തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അഭിമാനം തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ മകള് കാരണം വന്ന് സന്തോഷത്തോടെ നിക്കണ്. എന്റെ മോനെ ഇവിടെ ഇതിൽ കാട്ടിയപ്പോ എനിക്ക് പറയാ സന്തോഷമായി. എന്റെ മോനെ കണ്ടപ്പോ അതൊക്കെ ഇപ്പൊ ഈ മോള് കാരനല്ലേ അങ്ങനെയൊക്കെ സാധിച്ചത്. അതിൽ വളരെ വളരെ താങ്ക്സ്. എനിക്ക് എന്റെ സ്റ്റുഡൻസിന്റെ കാര്യം അവര് എനിക്ക് ഭയങ്കര അതെ അതെ പ്രചോദിയിലെ സ്റ്റുഡൻസ് ലാസ്റ്റ് എന്റെ പ്രോഗ്രാം മിസ്സേ 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 എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് അതിൽ വന്നിട്ടുണ്ട്. ശരി, അവരോട് എന്താണ് പറയാനുള്ളത്? നന്ദി. അവരെ ആ ഒരു സ്നേഹത്തിനും അവരുടെ ആ ഒരു കരുതലിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരുപാട് നന്ദി. അപ്പോ ദാ ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് ടെൻഷൻ ഇല്ല, വിഷമങ്ങളൊന്നുമില്ല. നമ്മളിതാ മത്സരിക്കാൻ വരുന്നു, അത് മാത്രം മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. അമ്മ ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ ജോയ്സ്, താങ്ക് യു സോ മച്ച്. നന്നായി പ്രാക്ടീസ് ചെയ്യാം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഡ്യുവറ്റ് റൗണ്ടിനുള്ള സമയമാണ്. നമ്മുടെ 2 മത്സരാർത്ഥികൾ പാടാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അവരെ എത്രയും പെട്ടെന്ന് വിളിച്ചാലോ? നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത പിയാൻ ആൻഡ് പ്രസീത. ആനന്ദമാനന്ദമാനന്ദമേ ആനന്ദമാനന്ദമാനന്ദമേ ബ്രഹ്മാനന്ദ നിത്യാനന്ദ സദാനന്ദ പരമാനന്ദമാനന്ദമാനന്ദമേ യയാ 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 യയാ
രണ്ടുപേരും പാട്ട് പാടി നമ്മളൊരു കല്യാണ വീട്ടിൽ എത്തിച്ച പോലെ അല്ലേ? ഞങ്ങളെയോ അതോ ഡെയിനെയോ? ആരൊക്കെയോ കല്യാണ വീട്. ഇന്ന കല്യാണ വീടൊന്നും ഇല്ല. ഏത് കല്യാണ വീട്ടിലേക്കാണ് വിളിക്കുന്നത് അവിടെ പോവാ, കല്യാണത്തിന്റെ ആ ഒരു ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുക, ഫുഡ് കഴിക്കുക, തിരിച്ചു വരാം. കുറച്ച് ആളായിട്ട് യാത്ര ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ കല്യാണത്തിന്റെ ആ സന്തോഷം ഒന്നും അധികം ഉള്ളിലോട്ട് എടുക്കാറില്ല. വിശ്വസിച്ചു. കല്യാണം ആവണ്ടേ എനിക്ക് സന്തോഷിക്കണമെങ്കിൽ. കരച്ചില് വരുന്നതൊക്കെ കേട്ടിട്ട്. ശരി, എന്നാ കരയണ്ട, മഞ്ജരി പറഞ്ഞോളൂ, പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ. ഓ ഗംഭീരായിരുന്നില്ലേ? എന്തൊരു പെർഫോമൻസ്. ഡാൻസേഴ്സ് ആണെങ്കിൽ ഇവിടെ തകർത്തു. ഇതൊരു സെലിബ്രേഷൻ സോങ് ആണ്. നിങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് പാടി. അതെ, നല്ല എനർജി ഉണ്ടായിരുന്നു. വയ്യായിക വെച്ച് അങ്ങ് പൊളിച്ചടുക്കി. പിന്നെ എല്ലാം രണ്ടുപേരും നന്നായിരുന്നു. ഈക്വലി ഞങ്ങൾ വേണിച്ചേട്ടനോട് ഇങ്ങനെ ഞാൻ പറയായിരുന്നേ, നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്, രണ്ടുപേരും ഈക്വലി നന്നായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നിങ്ങൾ മറികടക്കണം. നിങ്ങൾക്ക് ജയിക്കണ്ടേ? പ്രസിദ്ധയുടെ ആദ്യത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിൽ ഒരു മെലഡി സാധനം, അതിൽ നിന്ന് കുറച്ചൊരു ഫാസ്റ്റായി എന്ന് മാത്രമേ ഉള്ളൂ. വോയിസിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് കൊടുക്കാം. അതർവൈസ് മിടുക്കികൾ മലയാളി മംഗമാരായിട്ടുണ്ട്. രണ്ടുപേരും ഏതാണ്ട് സമാസമം ബലാബലത്തിൽ ഒരേപോലെ. ഒരാള് ഒരിടത്ത് തെറ്റിക്കും, അടുത്ത ആള് അടുത്ത സ്ഥലത്ത് തെറ്റിക്കും. ഒരാള് നന്നായി പാടും, മറ്റേ ആളും നന്നായി പാടും. ഒരാളെങ്കിലും മലയക്കോട്ട വാലിബൻ ആവണം. ഈ പറഞ്ഞ പോലെ ഓവർ ദ ബാരിയർ ചാടണം. ഇത് എവിടെ പോയി? ഓല ചങ്ങാലി എന്തു പറ്റി? ചങ്ങാലി വന്നില്ലേ? എന്തു പറ്റി? അപ്പൊ ഞാൻ ഡാൻസ് കളിച്ചാൽ അങ്ങനെ കയ്യിൽ നിന്ന് പോയി. മനസ്സിലായി, വിട്ടുപോയി. ഓക്കെ, ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, കൂളല്ലേ? ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4-ൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇവിടെ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു കൃഷ്ണപ്രിയ. ആ
കൃഷ്ണപ്രിയ, എന്തോ അങ്ങനെ ഫേവറേറ്റ് സോങ് റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ 3 റൗണ്ടുകളും കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫേവറേറ്റ് സോങ് റൗണ്ട്? നന്നായി പാടാൻ പറ്റുമോ? ഫേവറേറ്റ് ആയിട്ട് തന്നെ പാടാൻ പറ്റുമോ? ഇല്ല എന്നാ തോന്നുന്നു. ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ, അവിടെ എന്താ തോന്നുന്നേ? എന്താ ദൈവമേ, മഞ്ജരി. ഇല്ലെന്നോ? എന്തോ പറ്റി ഇല്ലെന്ന് തോന്നാൻ? അറിയില്ല, എനിക്ക് വോയിസിന് എന്തോ ഒരു പ്രോബ്ലം പോലെ തോന്നി. ഓ, ഇതിനേക്കാൾ ഇതിനേക്കാൾ better പ്രതീക്ഷിച്ചിരുന്നു ആക്കായിരുന്നു. അതെ. പ്രതീക്ഷിച്ചിരുന്നു. ഈ പാടിയത് തന്നെ നന്നായിട്ടുണ്ട്. താങ്ക് യു ഇത്രമാത്രം ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. അസലായി പാടി. താങ്ക് യു. വളരെ സ്വീറ്റ് ആയിരുന്നു കേൾക്കാൻ. ആദ്യം തുടങ്ങിയപ്പം മാത്രം ആ ശ്രുതിയുമായിട്ട് ഒന്ന് ചേർന്ന് വരാൻ ഒരു ടൈം എടുത്തു. ആലാപ്പ് പാടിയപ്പം ഫസ്റ്റ് വൺ വാസ് വെരി ഗുഡ്. പിന്നെ അത് കുറച്ചൊന്ന് ഷാർപ്പായി. പാട്ട് തുടങ്ങിയപ്പോൾ ആളോക്കെ. താങ്ക് യു. സൂപ്പറായിരുന്നു. ഒന്നും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. കാരണം അത് ആസ്വദിച്ച് പാടുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫീല്. ആ വൈശാലി ഈ പടം കണ്ട പോലെ ഒരു ഫീല്. താങ്ക് യു. സൂപ്പർ. ഹായ് കൃഷ്ണപ്രിയ, നന്നായി പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നിയൊരു കാര്യം, ഇഫ് ഒരു സെമി ടോൺ കൂടി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയും ഈസി ആയിട്ട് പാടിയേനെ. നന്നായി പാടി. താങ്ക് യു സർ. ക്വാർട്ടർ ഫൈനലിലെ 3 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തൃപ്തിയോടുകൂടി അടുത്ത റൗണ്ടിൽ പാടാം. ഓക്കെ? ഓക്കെ. നിലവിൽ തൃപ്തി കൂടാൻ നമുക്കൊരു കാര്യം ചെയ്താലോ? നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുറെ പേര് വന്നിട്ടില്ലേ? ആ പടയെ മൊത്തം നമുക്ക് ഈ വേദിയിൽ നിർത്തിയാലോ? നിർത്താം. കൊച്ചുമകളുടെ പാട്ടൊക്കെ ഇങ്ങനെ ഒരു വലിയ വേദിയില് ഇത്രയും വലിയ ജഡ്ജസിന് മുമ്പിലൊക്കെ പാട്ടൊക്കെ പാടി കണ്ടപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷമുണ്ട്. ഇത്ര പേര് വരുന്നു വിചാരിച്ചത് നമ്മൾ എല്ലാവരും കൂടെ വന്നത് സന്തോഷം തന്നെ. എന്തായിരുന്നു എല്ലാരും കൂടി ഒരുമിച്ച് വരാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ചേതോവികാരം? ഇനി അടുത്ത റൗണ്ട് ഉണ്ടായില്ലെങ്കിലോ? ഉള്ളതുപോലെ വിശ്വാസം അതല്ലേ അല്ല. അതെ, ആ ഒരു ഒറ്റ വിശ്വാസത്തിന് പുറത്താണ് എല്ലാരും എത്തിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിലോട്ട് കിടക്കുകയാണെങ്കിൽ എല്ലാരും വീണ്ടും എത്തും. അപ്പൊ ഇതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ? എന്തായാലും കലക്കി. ആരാണ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ? അച്ഛാ നമസ്കാരം. കൃഷ്ണപ്രിയെ പണ്ടോട്ടെ സംഗീതത്തിൽ കൊണ്ട് ചേർത്തതൊക്കെ അച്ഛനാണോ, അതോ എങ്ങനെയായിരുന്നു കൃഷ്ണപ്രിയ സംഗീതത്തിനോടുള്ള ഒരു താല്പര്യം കാണിച്ചു തുടങ്ങിയത് എത്ര വയസ്സിലായിരുന്നു? 4ാം ക്ലാസ് പഠിക്കുമ്പം സ്റ്റേജിൽ നന്നായിട്ട് പാടുമായിരുന്നു. അന്നൊരു സിനിമാ പാട്ട് സ്കൂൾ ഡേക്ക് പാടിയപ്പോൾ സിനിമാ പാട്ട് പാടുമെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ പോകാൻ തുടങ്ങി. എന്നാൽ പാടി തുടങ്ങിയപ്പോൾ എല്ലാവരും സൈലന്റ് ആയി കേട്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി നന്നായിട്ട് പാടുമെന്നുള്ളത്. ഏത് പാട്ടാ? മൗലിയിൽ മയിൽപ്പീലി ചേർത്ത്. ഓർമ്മയുണ്ട്. അതിനുശേഷം കുറച്ചു കാലം പഠിച്ചിരുന്നു. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജോലിയൊക്കെ ആയിരിക്കുമ്പോൾ വിചാരിച്ചതുപോലെ പഠിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി ഫ്ലവേഴ്സ് ടിവിയുടെ ഫ്ലോറിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ധനേഷിൻ്റെയും അതുപോലെ തന്നെ ഇവരൊക്കെ നിർബന്ധം കൊണ്ട് അവളെ അയച്ചതാണ്. പാടാൻ കുറച്ച് മടി തന്നെയാണ് സ്റ്റേജിലൊക്കെ കയറിയിട്ട്. എന്നാലും വ്യത്യസ്ത പരിപാടികളുമായിട്ട് ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഫ്ലവേഴ്സ് ടിവിയുടെ ഫ്ലോറിൽ ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി എത്താൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഒരു അഭിമാന നിമിഷമാണ് ഇത് ഞങ്ങളായി കാണുന്നത്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ ഫ്ലോറിൽ എത്താൻ പറ്റിയതിൽ ഒരിക്കലും വിശ്വസിച്ചില്ല ഇങ്ങനെ ഒരു ഫ്ലോറിൽ എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് സന്തോഷമായി. അറ്റത്ത് മാമനാന്ന് തോന്നുന്നുണ്ട്. കൃഷ്ണപ്രിയയുടെ പാട്ടൊക്കെ കേട്ടിട്ട് ടെൻഷനൊന്നും അടിക്കണ്ടെന്നോ? മാമൻ തബല വായിക്കുകയും ചെയ്യും. തബല ആർട്ടിസ്റ്റ് ആണ്, വരയ്ക്കും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ശരി, ഈ അറ്റത്ത് മാമൻ സപ്പോർട്ടാണ്. തബല വായിക്കോ? വേറെ എന്തെങ്കിലും എക്സ്ട്രാ? മാമൻ പാട്ട് പാടും. രണ്ടുപേര് എല്ലാരും നാണത്തില്ല. അപ്പൊ പാട്ട്, മേക്കപ്പ്, ഒരു പരിപാടിക്കുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു പ്രോഗ്രാം ഇവരെ ഏൽപ്പിച്ചാൽ മതി, കുടുംബമായിട്ട് അത് സക്സസ് ആക്കിയ ഒരു വിധത്തിലാക്കും. ശരി, ഈ വീട്ടിൽ ആരാണ് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് കൃഷ്ണപ്രിയക്ക് നിന്നിട്ടുള്ളത്? എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ ധനേഷ് ഇപ്പൊ അറിയാം വിവാഹത്തിന് ശേഷമാണ്. അതിനു മുമ്പായാലും കൃഷ്ണപ്രിയയുടെ തളർച്ചകളിലൊക്കെ ഒന്ന് കൂട്ടായിട്ട് നിന്നിട്ടുള്ളത് ആരാണ്? എടുത്തു പറയാൻ പറ്റുന്ന? തീർച്ചയായിട്ടും അച്ഛനും അമ്മയും തന്നെയാണ്. അതെ. പിന്നെ എന്നെ പാട്ടിന് കൊണ്ടുപോയി ആക്കുന്നത് എന്റെ അച്ഛന്റെ അമ്മയായിരുന്നു. ചെറുതിലെ അമ്മമ്മ അവിടെ എന്നെ കൊണ്ടുപോയിട്ടാക്കിട്ട് അമ്മമ്മ പുറത്ത് ഇരുന്നുറങ്ങും. എന്നെ കഴിയണവരെ എന്നെ കാത്തിരിക്കും. 4 വയസ്സിലോ അത്ര 3-4 വയസ്സുണ്ടാകുമ്പോഴാണ് കൊണ്ടാക്കിയത്. അതെ. അമ്മമ്മേനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ.
ഹാ അപ്പൊ ഇതാണ് കൃഷ്ണപ്രിയയുടെ കാസർഗോഡുള്ള കുടുംബം. ഇനി അടുത്ത റൗണ്ടിൽ അടുത്ത ഫാമിലി വരും. ധനേഷിന്റെ സൈഡിൽ നിന്നുള്ള ഫാമിലി വരും അല്ലെ? അവര് കാത്തു നിൽക്കാണ്. അമ്മ നമസ്കാരം. എങ്ങനെ മരുമകളുടെ പാട്ട്, മോളുടെ പാട്ടൊക്കെ കേട്ടിട്ട് എന്ത് തോന്നി? നന്നായിട്ടുണ്ട്. ഞാൻ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല. കൃഷ്ണപ്രിയ, അങ്ങനെ ക്വാർട്ടർ ഫൈനലിലെ 3 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കൂളല്ലേ? ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനി ഒരു ചെറിയ എലിമിനേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാം. പിന്നെ നമ്മുടെ ധനേഷ് പറഞ്ഞ പോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് എലിമിനേഷന്റെ സമയത്ത് നമുക്ക് നോക്കാം അല്ലേ? അതെ. ശരി, അപ്പൊ എന്തായാലും കൃഷ്ണപ്രിയയുടെ ഫാമിലിയാണ് ഇവിടെ മൊത്തം നിൽക്കുന്നത്. അപ്പൊ ഇവരാണ് കാസർഗോഡ് സ്ക്വാഡ് അല്ലേ? അപ്പൊ എന്തായാലും കാസർഗോഡ് സ്ക്വാഡിന് ഒരു പുകറ്റി പൊട്ടട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതുവരെ എനിക്കല്ല, കൃഷ്ണപ്രിയക്ക് കൊടുത്ത സപ്പോർട്ട് ഇനിയും തുടരുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4 ക്വാർട്ടർ ഫൈനലാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചത്. ഇപ്പൊ എന്തായാലും ഇന്നത്തേക്ക് താൽക്കാലികമായിട്ട് നമ്മൾ ഒരു ഗുഡ് നൈറ്റ് പറയാണ്. ബാക്കി മത്സരങ്ങൾ നാളെ തുടരും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇത് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 4. ബൈ, ഗുഡ് നൈറ്റ്.